എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 6, ശ്ലോകം 9, 10, 11 3 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ദേവന്മാരുടെ അർത്ഥസമ്പുഷ്ടമായ അതിമനോഹരമായ സ്തുതി തുടരുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 9. ശുദ്ധിർനൃണാം നതു തദ്ഹേട്യ ദുരാശയാനാം വിദ്യാശ്രുതാധ്യേനദാനതപക്രിയാഭി സത്വാത്മനാം ഋഷഭ തേ യശസി പ്രവൃദ്ധ സശ്രദ്ധയാ ശ്രവണ സംഭൃതയാ യഥാ സ്യാത്. ആത്മാവില് രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കർമ്മങ്ങൾ ചെയ്യണത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ലോകാനുഗ്രഹം തന്നെ ഫലം എന്ന് കാണിക്കുകയാണ്. പുണ്യപാപങ്ങൾ കൊണ്ടുള്ള ബന്ധനം ഭഗവാൻ ഇല്ലെങ്കിൽ പരമപാവനായി ആത്മാരാമനായിരിക്കുന്ന ഭഗവാൻ പിന്നെ എന്തിനാ കർമ്മം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഉത്തരം പറയാണ്. സാമാന്യ ജനങ്ങളുടെ സംസാര സങ്കടം തീർത്ത് അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ കർമ്മം ചെയ്യണത്. ദേവന്മാര് സ്തുതിക്കുന്നു. അല്ലയോ സ്തുത്യനായുള്ളവനെ, സ്തുതിക്കാൻ അർഹനായുള്ളവനെ. ഈഡ്യ എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. മനസ്സിനെ ഇളക്കി തീർക്കാൻ സാമർഥ്യമുള്ള ശബ്ദാദി വിഷയങ്ങളിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അന്യദേവതകളെ ഉപാസിക്കുന്നതായ വിദ്യ കൊണ്ടും ശാസ്ത്രാഭ്യാസങ്ങൾ കൊണ്ടും വേദാർത്ഥം കേൾക്കുക, ചിന്തിക്കുക എന്നിങ്ങനെയുള്ള അധ്യയനം കൊണ്ടും ചാന്ദ്രായണം എന്നീ വിധമുള്ള തപസ്സുകൊണ്ടും വർണ്ണാശ്രമങ്ങൾക്ക് ഉചിതമായ യാഗം, സന്ധ്യാവന്ദനം മുതലായ ക്രിയകൾ കൊണ്ടും അങ്ങനെയുള്ള ശുദ്ധി ഭവിക്കുന്നില്ല. എത്ര വ്രതങ്ങള്, എന്തൊക്കെ തരത്തിലുള്ള വ്രതങ്ങൾ നോറ്റാലും യാഗം ചെയ്താലും ഭഗവാനെ ആ ഭക്തിപൂർവം ഭജിക്കുന്നതിന്റെ ആ ശുദ്ധി, അപ്പോഴാണ് കൂടുതൽ അന്ധക്കരണ ശുദ്ധി ഉണ്ടാവണതെന്നാണ് പറയണത്. കർമാദികളില് അങ്ങനെയുള്ള ശുദ്ധി ഉണ്ടാവുന്നില്ല. അല്ലയോ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ദീനബന്ധു, സത്വഗുണപ്രധാനികളെ അനായാസേന അനുഗ്രഹിക്കാൻ മാത്രമാണ് അവിടുന്ന് അനവധി ലീലകൾ നടത്തുന്നത്, അനേകവിധ ലീലകൾ അങ്ങ് നടത്തുന്നത്. വേദാർത്ഥ ചിന്തനം, ശ്രുതം, വേദപഠനം, അധ്യയനം, ചില ദിവസം മുഴുവൻ പട്ടിണി കിടക്കുന്ന വ്രതം, കൃച്ഛ്രം എന്ന് പറയണ്ടല്ലോ, അതിനാണ് കൃച്ഛ്രം എന്ന് പറയുന്നത്. ശുക്ല പ്രഥമ മുതൽ ഓരോ കപളം വർദ്ധിപ്പിച്ചും കൃഷ്ണപക്ഷ പ്രഥമ മുതൽ ക്രമേണ ഓരോ കപളം കുറിച്ചുകൊണ്ടും ഭക്ഷണം വർജിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കുന്ന വ്രതമാണ് ചാന്ദ്രായണം. ഇങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ എടുക്കുന്നതിനേക്കാൾ ഭഗവാൻ സന്തോഷിക്കുന്നത്, അല്ലെങ്കിൽ അന്ധക്കരണ ശുദ്ധി ഉണ്ടാവുന്നത് ഭഗവാന്റെ കഥകൾ ഇങ്ങനെ അന്ധക്കരണം അങ്ങയുടെ കീർത്തി കേൾക്കുന്നത് കൊണ്ട് ക്രമേണ വർദ്ധിച്ചു വരുന്ന ആ ശ്രദ്ധ, ആ ഭക്തി കൊണ്ട് ഏതുവിധം ശുദ്ധി ഉണ്ടാകുമോ അത്ര ശുദ്ധി ഈ കർമാദികളിലൊന്നും ഉണ്ടാവില്ല എന്നാണ് ദേവന്മാര് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഈ ശ്ലോകത്തിൽ പറയണത്. സ്യാന്നസ്തവാംഘ്രി അശുഭാശയ ധൂമകേതു ക്ഷേമായയോ മുനിഭിരാർദ്രഹൃദോ ഹ്യമാന യസ്സാത്വതൈ സമവിഭൂതയ ആത്മവദ്ഭി വ്യൂഹേർച്ചിത സവനശ സ്വരതിക്രമായ. അങ്ങയുടെ കീർത്തിയിൽ ശ്രദ്ധയുണ്ടായാൽ തന്നെ അന്ധക്കരണം ശുദ്ധമാകും. ഞങ്ങള് അങ്ങയുടെ ചരണാരവിന്ദത്തെ കാണുകയും നമസ്കരിക്കുകയും ചെയ്തു. അതിനാൽ ഞങ്ങളെ ശുദ്ധന്മാരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവര്. അങ്ങയുടെ ചരണകമലം ഞങ്ങളുടെ വിഷയവാസനകളെ നശിപ്പിക്കുന്ന അഗ്നിയായിട്ട് ഭവിക്കണമേ. ഇത് സാധ്യമല്ലാത്തൊരു പ്രാർത്ഥനയല്ല. എന്തുകൊണ്ടെന്നാൽ സകല പുരുഷാർത്ഥങ്ങളെയും നൽകാൻ ആ പാദപത്മത്തിന് ശക്തിയുണ്ട് എന്ന സംഗതി പ്രസിദ്ധമാണ് ഭഗവാന്. അതുകൊണ്ട് തന്നെയാണ് സംസാര ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മഹർഷിമാര് അതിഭക്തിയോടെ ആ ചരണാരവിന്ദത്തെ അവരുടെ ഹൃദയകമലത്തിൽ എപ്പോഴും ധ്യാനിക്കുന്നത്. ആത്മജ്ഞാനികളായ ഭക്തന്മാർ സ്വർഗലോകത്തിനും മീതെയിരിക്കുന്ന വൈകുണ്ഠം പ്രാപിക്കാനായിക്കൊണ്ടും അങ്ങയോട് സദൃശമായ ഐശ്വര്യം പ്രാപിക്കാനായിക്കൊണ്ടും വാസുദേവാദി ചതുർവ്യൂഹത്തിൽ പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ എന്നീ 3 സന്ധ്യകളിലും ആ പാദാംഭോജത്തെ തന്നെ
പൂജിക്കുന്നു. അതിനാൽ സകല ഭക്തന്മാരും ആത്മജ്ഞാനികളും എന്നു വേണ്ട, പരമപുരുഷാർത്ഥം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന സകലരും ഒരുപോലെ പൂജിക്കുന്ന അങ്ങയുടെ ശ്രീപാദപത്മം ഞങ്ങളുടെ രാഗാതിമലങ്ങൾ നശിപ്പിച്ച് അന്ധകരണത്തെ ശുദ്ധമാക്കി തീർക്കണമേ. യശ്ചിന്ത്യതേ പ്രയതപാണിഭി അധ്വരാഗ്നൗ ത്രയ്യാ നിരുക്തവിധിനേശ ഹവിർഗൃഹീത്വാ അധ്യാത്മയോഗൗത യോഗിഭിരാത്മമായാം ജിജ്ഞാസുഭി പരമഭാഗവതൈ പരീഷ്ട. യാഗം ചെയ്യുന്ന പുരുഷന്മാര് കൈകൾ കൂപ്പിക്കൊണ്ട് ആവഹനീയാദികളായ യാഗാഗ്നികളുടെ സന്നിധാനത്തിലിരുന്ന് ഹവിസ് എടുത്തും കൊണ്ട് യാഗഫലപ്രാപ്തിക്കായി യാതൊരു പാതാരവിന്ദത്തെ മനസ്സിൽ ചിന്തിക്കുന്നുവോ, യാതൊരു ദേവതയെ ഉദ്ദേശിച്ചുകൊണ്ട് ഹവിസ് എടുത്തുവോ ആ ദേവതയെ ധ്യാനിക്കണം എന്ന് വേദം സിദ്ധാന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് യാഗസമയത്തില് ഇന്ദ്രാദികളായ ഓരോ ദേവതകളെയല്ലയോ ധ്യാനിക്കണത് എന്ന് ശങ്കിക്കണ്ട. ഭഗവാൻ ദേവന്മാരുടെയും ഈശ്വരനായിരിക്കുന്നതിനാൽ ഇന്ദ്രാദി ദേവതാധ്യാനവും ഭഗവത് പാദധ്യാനമായി തന്നെ ഭവിക്കുന്നു. ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിക്കണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് യമാദികൾ അഭ്യസിക്കുന്ന യോഗികൾ സ്വരൂപ സുഖത്തെ മറച്ചുകൊണ്ടിരിക്കുന്ന മായയെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരായിട്ട് യാതൊരു പാദത്തെ ചിന്തിക്കുന്നുവോ, പരമഭക്തന്മാർ യാതൊരു പാദത്തെ എപ്പോഴും പൂജിക്കുന്നുവോ, കർമ്മികൾക്കും ജ്ഞാനികൾക്കും ഭക്തന്മാർക്കും ആശ്രയമായിരിക്കുന്ന ആ പാദകമലം ഞങ്ങളുടെ വിഷയവാസനകളെ സംഹരിക്കുന്ന അഗ്നിയായി ഭവിക്കണമേ എന്നവര് പ്രാർത്ഥിക്കണം. ബാക്കിയുള്ള ശ്ലോകങ്ങളെ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.